നിങ്ങളും ഇതുപോലെ സന്തോഷം വരുമ്പോഴും സങ്കടം വരുമ്പോഴും കരയുന്നവരാണോ? അല്ലെങ്കിൽ അവരെ കളിയാക്കുന്നവരാണോ? എന്നാൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ദിസ് ഈസ് അശ്വതി. വെൽക്കം ബാക്ക് ടു ദ അൺനോൺ ഫയൽസ്. എന്തിനാണ് നമ്മൾ കരയുന്നത്? നമ്മൾ കരയുന്നതിൻ്റെ പിന്നിലുള്ള കാരണം എന്താണ്? കരച്ചിലിനെക്കുറിച്ചും കണ്ണീരിനെക്കുറിച്ചും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് നമുക്ക് പരിചയപ്പെടാം. കണ്ണീര് 3 തരത്തിലാണുള്ളത്. നോർമൽ, നമ്മുടെ കണ്ണിലുള്ള വെള്ളം. അത് കണ്ണിൻ്റെ ഈർപ്പത്തിനായിട്ടും ബാക്ടീരിയസിനെ പുറത്താക്കാനായിട്ടുമാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അതിനെ നമ്മൾ ബേസൽ ടിയേഴ്സ് എന്ന് വിളിക്കുന്നു. രണ്ടാമത്, നമ്മൾ ഈ ഉള്ളിയെ കരിയില്ലേ, ആ സമയത്ത് നമ്മുടെ കണ്ണിലൂടെ വെള്ളം വരാറുണ്ട് അല്ലേ, അതിനെയാണ് റിഫ്ലക്സ് ടിയേഴ്സ് എന്ന് പറയുന്നത്. അത് കണ്ണിലെ വരുന്ന ഇറിറ്റൻസിനെ പുറത്താക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. മൂന്നാമത്തേതാണ് ഇമോഷണൽ ടിയേഴ്സ്. നമുക്ക് ഒരുപാട് സന്തോഷം തോന്നുമ്പോഴും സങ്കടം തോന്നുമ്പോഴും നമ്മുടെ കണ്ണിൽ നിന്നും വെള്ളം വരാറുണ്ട്. അതാണ് ഇമോഷണൽ ടിയേഴ്സ്. ഈ ഇമോഷണൽ ടിയേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാനായിട്ട് തലച്ചോറ് തന്നെ ചെയ്യുന്നൊരു മാജിക് ആണെന്ന് പറയാം. അതായത് നമ്മൾ ഒരുപാട് സ്ട്രെസ് ആവുന്ന സമയത്ത് നമുക്ക് സ്ട്രെസ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. അത് ഈ കണ്ണീരിലൂടെ അങ്ങോട്ട് റിലീസ് ചെയ്യുന്നുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് റിലാക്സ് ആവുകയും ചെയ്യും. നമ്മൾ കൂടുതൽ കരയും തോറും നമ്മളുടെ കണ്ണ് കൂടുതൽ ക്ലെൻസ് ആവുകയാണ്. കണ്ണിലെ അണുക്കളെല്ലാം ആ കണ്ണീരിനോടൊപ്പം തന്നെ പുറത്തു പോവുകയാണ്. മാത്രമല്ല, സ്ട്രെസ് ഹോർമോൺസും കണ്ണീരിലൂടെ പുറത്തു പോകുന്നുണ്ട് എന്ന് പഠനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കരയുന്നത് അത്ര വലിയ തെറ്റൊന്നുമല്ല. അത് നമ്മുടെ ശരീരം തന്നെ നമ്മളെ റിലാക്സ് ആകാനായി ഹെൽപ്പ് ചെയ്യുന്ന ഒരു രീതിയാണ് ഈ കരച്ചിൽ. സോ ഇനി മുതൽക്ക് ചെറിയ കാര്യത്തിന് പോലും കരയുന്ന നിങ്ങളെ നിങ്ങളുടെ സുഹൃത്തുക്കൾ കളിയാക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങൾ കൂടി അവരെ പറഞ്ഞ് മനസ്സിലാക്കും. കരയുന്നത് നമ്മുടെ ശരീരം പെട്ടെന്ന് തന്നെ നമ്മളെ ബാലൻസ് ചെയ്യാനായി ഹെൽപ്പ് ചെയ്യുന്ന ഒരു രീതിയാണ് എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കും. നിങ്ങളെ കരയുന്നത് കണ്ട് കളിയാക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കും പെട്ടെന്ന് കരയുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ വീഡിയോ ഇപ്പം തന്നെ ഷെയർ ചെയ്തോളൂ. ഇതുപോലെ അൺനോൺ ആൻഡ് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് അറിയാനായി ദ അൺനോൺ ഫയൽസ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യും. ഓക്കെ, ബൈ.